ഏതാണ് ചതി എന്താണ് സത്യം എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. എനിക്ക് ഈ കുഞ്ഞിനെ ഓർക്കുമ്പോഴാ സങ്കടം. അമ്മ മരിച്ചു, അച്ഛൻ അതറിയിക്കാതെ ചതിച്ചു. നേരെ ആന്റി, ആന്റി പറയുന്നത് നേരം. അമ്മയും അച്ഛനും ഇല്ലാണ്ടായി എനിക്ക്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട മോളെ, നിനക്ക് ഞാനുണ്ട്. എന്നെ വിശ്വസിക്കുമെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, മോളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ടാവും. ഇത് അടവാ. നിന്റെ ഉള്ളിലിരിപ്പ് ഇവിടെ എല്ലാവർക്കും അറിയാം. അടവാണെങ്കിലും ആശ്വസിപ്പിക്കാൻ വന്നില്ലേ? എന്റെ മോൾക്കെങ്കിലും അമ്മയെ മനസ്സിലായല്ലോ. ബോഡി കാണാൻ വരാത്തത് നിങ്ങളുടെ കണ്ണീര് കാണാൻ ശക്തിയില്ലാത്തത് കൊണ്ടാണ്. എനിക്കാണെങ്കിൽ ഡെഡ് ബോഡി കണ്ട മേലാ സകലം വിറയ്ക്കും. അത്രയ്ക്ക് പാവം മനസ്സാ എന്റേത്. വിഷമിക്കണ്ട മോളെ, അമ്മയെ അധികം കഷ്ടപ്പെടുത്താതെ ഈശ്വരൻ തിരിച്ചു വിളിച്ചു എന്ന് വിചാരിച്ചാൽ മതി. എന്തിനും ഏതാവശ്യത്തിനും ഈ കലയമേ ഒരു വെളിപ്പാടകലെ. വിവേക്, ചായ കുടിക്കേ. വിവേക്, ഉള്ളിൽ ഇപ്പോഴും വിഷമം മാറിയിട്ടില്ലല്ലേ? നെഞ്ചിലല്ലേ കൊണ്ടത്, ആ മുറിവ് പെട്ടെന്ന് മാറില്ലല്ലോ. വിഷമിക്കണ്ട, വിവേകിന്റെ കൂടെ ഞാനില്ലേ? താനുണ്ട്, താൻ മാത്രമേ ഉള്ളൂ. എല്ലാരും ഉണ്ടായേനെ വിവേക്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഞാൻ മാത്രമല്ല, ബന്ധങ്ങളുടെ ഒരു കെട്ടുറപ്പുണ്ടായേനെ വിവേകിന്. കല്യാണം കഴിഞ്ഞുണ്ടാവുന്ന റിലേഷൻസ് അല്ലേ എനിക്ക് അതൊക്കെ. അവരാരും അച്ഛനും അമ്മയ്ക്ക് പകരാവില്ലല്ലോ. എവിടെയെങ്കിലും ഉണ്ടാവില്ലേ വിവേക അവരൊക്കെ? എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചു വരാതിരിക്കോ? അറിയില്ല എനക്ക്. കൈക്കുഞ്ഞായിരുന്ന കാലമൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ലല്ലോ. ഇടതോർന്ന് പെയ്യുന്ന മഴയെ ജനാലയിലൂടെ നോക്കി കമ്പിളി പുതച്ച് പനി പിടിച്ചു കിടന്ന ചെറുബാലയത്തിലൊരു ഓർമ്മ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അന്നെനിക്ക് 5 or 6 വയസ്സിനപ്പുറമില്ല. അനാഥാലയത്തിന്റെ 4 ചുവരുകളോടാണ് ഞാൻ അധികവും സംസാരിച്ചിരുന്നത്. കുറെ കെയർടേക്കർമാർ, ശാസനകൾ, ഉപദേശങ്ങൾ. അതിനുമപ്പുറം ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് വേണ്ടി ഓർഫനേജിലേക്ക് യഥേഷ്ടം പണം മുടക്കുന്ന ആരോ ഉണ്ടായിരുന്നു. അതാരാണെന്ന് അന്വേഷിച്ചില്ലേ? അറിവായ കൗമാരപ്രായം മുതൽ ആ അന്വേഷണത്തിലായിരുന്നു ഞാൻ. ഇഷ്ടംപോലെ പണം, ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിക്കാനുള്ള റെക്കമെൻഡേഷൻസ്, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്നേഹം മാത്രം കിട്ടിയിട്ടില്ല. കാശ് തന്ന് കോടീശ്വരനാക്കുന്ന ബന്ധങ്ങളെ എത്ര അന്വേഷണം കണ്ടുകിട്ടിയില്ല. പിന്നെ പവിത്രൻ സാറ് എനിക്ക് എന്നും ഒരു അത്ഭുത.
ഹയർ എഡ്യൂക്കേഷൻ കാലത്താ പവിത്ര സാർ വന്ന് എന്നെ ഓർഫനേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്റെ അതിശയം എന്താണെന്ന് വെച്ചാലേ അതിന് നിയമ തടസ്സം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാ. ചിലപ്പോ അദ്ദേഹത്തിന് എന്റെ കുടുംബത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ചോദിച്ചിട്ടില്ലേ? ഉവ്വ, പക്ഷേ പറഞ്ഞിട്ടില്ല. എത്ര മദ്യപിച്ച് അബോധാവസ്ഥയിലായാലും പറയില്ല. അറിയിക്കാൻ പറ്റാത്ത ബന്ധങ്ങളായിരിക്കും വിവേകെ. നമുക്കിനി ആ വേരുകളെ തേടി പോണ്ട.